മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തിൽ വന്ന് കെപിസിസി എഴുതിക്കൊടുത്തത് പ്രസംഗിക്കുമ്പോൾ ഓർക്കേണ്ട ചിലതുണ്ട്. കോൺഗ്രസ് സംഘപരിവാർ ഡീലിന്റെ ചരിത്രം നോക്കിയാൽ സിജെപി എന്ന വിളി ചേരുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബിജെപി ആകുന്ന കാലത്ത് കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന വിളിപ്പേര് നന്നായി ചേരും. രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിലും ഒഡീഷയിലും ബിജെപിയെ സഹായിച്ചു കോൺഗ്രസ്. ബീഹാറിൽ വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസ് എംഎൽഎമാർ വിട്ടുനിന്ന് എൻഡിഎയെ സഹായിച്ചു. ഒഡീഷയിൽ 3 കോൺഗ്രസ് എംഎൽഎമാരുടെ വോട്ട് ബിജെപിക്ക്. ഹരിയാനയിലും ഒഡീഷയിലും ബീഹാറിലുമായി 11 കോൺഗ്രസ് എംഎൽഎമാരാണ് ബിജെപിക്ക് വോട്ട് ചെയ്തത്. 4 കോൺഗ്രസ് എംഎൽഎമാർ ബിജെപിയെ ജയിപ്പിക്കാൻ സ്വന്തം വോട്ട് അസാധുവാക്കി. ഇത്തരത്തിൽ ബിജെപിക്കായി കോൺഗ്രസ് ജനതാ പാർട്ടിയായി ഖാർഗെയുടെ കോൺഗ്രസ് പാർട്ടി മാറിയപ്പോൾ ഒഡീഷയിലും ബീഹാറിലുമായി 4 ഇടതുപക്ഷ എംഎൽഎമാർ വോട്ടുമറിക്കാതെ ബിജെപിക്കെതിരെ പോരാടി. കോഴിക്കോട് കടപ്പുറത്ത് ഖാർഗെജിയുടെ അരികെ നിന്ന കെ.സി. വേണുഗോപാലിന്റെ കോൺഗ്രസ് ജനതാ പാർട്ടി ഡീൽ ഖാർഗെ മറക്കാനിടയില്ല. ആലപ്പുഴയിൽ മത്സരിക്കാൻ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുത്തി ബിജെപിക്ക് കൊടുത്തു. ഇനി കേരളത്തിലേക്ക് നോക്കാം. നേമത്തെ ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിയത് ആരാണെന്ന് ഖാർഗെ അറിഞ്ഞിരിക്കണം. ബിജെപിക്ക് ജയസാധ്യതയോ 2ാം സ്ഥാനമോ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ അവരെ ചെറുത്തു തോൽപ്പിച്ച പാർട്ടിയുടെ പേര് CPIM എന്നാണ്. മുന്നണി LDF. ആ മതനിരപേക്ഷ പോരാളികളെയും ഖാർഗെജി അറിയണം. നേമം വി ശിവൻകുട്ടി, കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവ് VK പ്രശാന്ത്. ആ പോരാട്ടം ഉപേക്ഷിച്ച് ലോക്സഭയിലേക്ക് പോയ സഹപ്രവർത്തകരെ അറിയുമെന്ന് കരുതുന്നു. കെ മുരളീധരൻ, ഷാഫി പറമ്പിൽ. തൃശൂരിൽ കെ മുരളീധരൻ തോറ്റപ്പോൾ ആ വോട്ടും കൊണ്ട് ജയിച്ചയാളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഷാഫിയുടെ പിൻഗാമി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികളാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് ബിജെപിക്ക് ശോഭാ സുരേന്ദ്രനെ എത്തിക്കാൻ പ്രേരണയായത്. ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ്, അതൊക്കെ നെതന്യാഹുവും UNOയും. രാഹുലിന്റെ പകരക്കാരനായി വന്ന രമേഷ് പിഷാരടി രാഷ്ട്രീയമായി ആ പോരാട്ടം ഏറ്റെടുക്കാൻ പോന്നയാളാണെന്ന് കഥയറിഞ്ഞാടിയാൽ ഖാർഗെജിയും പറയില്ല. കോൺഗ്രസ് പ്രധാന ശക്തിയായിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് ഭരണത്തിൽ ബിജെപിയാണ്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ കോൺഗ്രസ് അശക്തമാണെന്ന് മറ്റാരേക്കാളും തിരിച്ചറിയുന്നത് ഇന്ത്യ മുന്നണിയുടെ കോർ കമ്മിറ്റിയെ നയിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. ത്രിപുരയിലെ കോൺഗ്രസ് അപ്പാടെ ബിജെപിയായി മാറിയതോടെയാണ് അവർ അധികാരത്തിലെത്തിയത്. ത്രിപുരയുടെ വോട്ട് കണക്കുകളിൽ അത് വ്യക്തം. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കണോ, അതോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേട്ട് ഏറ്റുപാടണോ? അവരെ തൃപ്തിപ്പെടുത്താനായി പറയേണ്ടയാളാണോ ഇന്ത്യ മുന്നണിയുടെ കോർ കമ്മിറ്റിയെ നയിക്കുന്ന കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് തീരുമാനിക്കേണ്ടത് മല്ലികാർജുൻ ഖാർഗെ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.